കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി കേരള ഗവർണർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവരുടെ ഹീറോ ആണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയായിരുന്നു. ആ സമയത്താണ് ഷബാനുവിൻ്റെ കേസ് സുപ്രീം കോടതി വിധിയായി. ഷബാനുവിൻ്റെ കേസിൽ സുപ്രീം കോടതി ഡൈവോഴ്സ് ചെയ്ത ഭർത്താവിനടുത്ത് ചെലവ് കൊടുക്കാൻ പറഞ്ഞു. ആ സംഭവം രാജീവ് ഗാന്ധിയുടെ സർക്കാർ അംഗീകരിച്ചില്ല. അതിന് കാരണം ഷാബാനു കേസിലകത്ത് ഡൈവോഴ്സ്ഡ് ആരെങ്കിലും മുത്തലാഖ് ചെയ്ത് അല്ലെങ്കിൽ തലാഖ് ചെയ്ത് 3 പ്രാവശ്യം ചെയ്ത് മൊഴി ചൊല്ലിയാൽ അവർക്ക് മുസ്ലിം നിയമം അനുസരിച്ച് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരെ സംരക്ഷിക്കണം, അവർക്ക് ചെലവ് കൊടുക്കണം, അവരുടെ മക്കളെ നോക്കണം, അവർക്ക് കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി ലഭിക്കണം. പക്ഷേ ഭർത്താവിനെ വെറുതെ വിട്ടും. പക്ഷേ സുപ്രീം കോടതി അംഗീകരിച്ച് നമ്മുടെ നിയമം അനുസരിച്ച്, നമ്മുടെ ലോ അനുസരിച്ച് ജാതിയോ മതമോ നോക്കാതെ മുസ്ലിം ലോ പ്രത്യേകമുണ്ട്, ക്രിസ്ത്യൻ ലോയുണ്ട്, ഹിന്ദു ലോയുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഡൈവോഴ്സ് കേസിനകത്ത് ഭർത്താവ് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്താൽ ചിലവിന് കൊടുത്തേ വെക്കുള്ളൂ. മൈനറായ കുട്ടികളാണെങ്കിലും ശരി, ആ മൈനർ കുട്ടികൾക്ക് ചിലവിന് കൊടുത്തേ പറ്റുള്ളൂ. അവർ മേജറായി കഴിഞ്ഞാൽ ചിലവിന് കൊടുപ്പ് നിർത്താം. അതാണ് ഇന്ത്യയിലെ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഷാബാനു കേസിനകത്തുള്ള ആ വിധി ആ സമയത്ത് കൊളയിൽ പിടിച്ചുകൊണ്ടിരുന്ന ആ ഇന്നത്തെ വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി, അവരുടെയൊക്കെ ഹീറോ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. കാരണം പ്രതിഷേധിച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി. ഇപ്പം നമുക്കറിയാം, ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി ഒരാളൊരു ജന്മം മുഴുവൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മന്ത്രിസ്ഥാനം ലഭിക്കൂ. അതിനു വേണ്ടിയിട്ടാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ദൈനംദിന രാഷ്ട്രീയക്കാരുടെ പുറകെ പോകുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യ ഇന്നിപ്പം ഏകദേശം 143 കോടിയാണ്. അതിൻ്റെ അകത്ത് 65% 35 വയസ്സിന് താഴെയുള്ളവരാണ്, ചെറുപ്പക്കാരാണ്. നമ്മൾ ഈ 2047 അല്ലെങ്കിൽ 2043 47 അല്ലെങ്കിൽ 43 ആവുമ്പം തന്നെ ഇന്ത്യ ഒരു വികസിത രാജ്യത്തിലേക്ക് പടിവെക്കും. 2047 ആകുമ്പം ഇന്ത്യ പൂർണ്ണമായ ഒരു വികസിത രാജ്യമാകും എന്നാണ് പ്രൈം മിനിസ്റ്റർ മോദിജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതുതന്നെ. എന്നാൽ മോഡി വന്നപ്പോൾ ഏകദേശം 11 കോടി ജനങ്ങൾക്കായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ഇന്നത് 52 കോടി ജനങ്ങൾക്കായി. നമുക്കറിയാം, കർഷകർക്ക് എല്ലാവർക്കും അവർക്ക് 1600 രൂപ വെച്ച് അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് ആ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കൃഷിക്കാർക്ക് ഇന്ന് വേതനം കൊടുക്കുന്നുണ്ട്. അതൊക്കെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ. അപ്പം തൊഴിലില്ലായ്മ വേതനം, അതുപോലെ തന്നെ കൃഷിക്കാർക്ക് 6000 രൂപ കൊടുക്കുന്നുണ്ട് 3 ഇൻസ്റ്റാൾമെൻറ്റായിട്ട്. അത് 12,000 രൂപ ആക്കാൻ പോകുന്നു എന്ന് അടുത്ത ദിവസം ഒരു വാർത്ത വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 1000 രൂപ. അത് ഇന്ത്യയിലെ പട്ടിണി പാവങ്ങൾക്ക് വലിയ ഒരു സുരക്ഷിതത്വമാണ് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് രാജ്യത്തിൻ്റെ പുരോഗതി തീർച്ചയായിട്ടും അവശത അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും ഭക്ഷണത്തിന് ദൈനംദിനം തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവർക്കൊക്കെ ആശ്വാസമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. 1000 രൂപ വെച്ച് ഒരു മാസം ഒരു വീട്ടിലെ ഒരു പാവപ്പെട്ട അംഗത്തിന് ലഭിച്ചാൽ തീർച്ചയായിട്ടും അത് രാജ്യപുരോഗതിയുടെ ഭാഗം തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മീനാക്ഷി ലേഖി കേരളത്തിലെത്തിയത് കോഴിക്കോട്ടാണ്. അവർ എവേക്ക് യൂത്ത് ഫോർ നേഷൻ എന്ന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴാണ് മീനാക്ഷി ലേഖി വിദേശകാര്യ സഹമന്ത്രി കേരള ഗവർണർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അവരുടെയൊക്കെ ചെറുപ്പകാലത്തെ അന്നത്തെ ഡൽഹിയിലെ ഏറ്റവും വലിയ ഹീറോ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന് അവർ പറഞ്ഞിരുന്നു. അവർ കോഴിക്കോട്ട് വന്നു കഴിഞ്ഞപ്പം ദേശസ്നേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു.
അത് ഏറ്റുപറയാൻ ചില ആൾക്കാരും മടിച്ചു. പക്ഷേ അവരവിടെ നിന്ന് അവരെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ടാണ് ഹോൾ വിട്ടു പോയത്. കാരണം ദേശസ്നേഹം ജാതി മത ചിന്തകൾക്ക് അപ്പുറത്താണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഭാരത് മാതാ കീ ജയ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴായാലും അത് ഏറ്റുപറയണം. അതോടൊപ്പം ജനഗണമന പാടിക്കഴിഞ്ഞാൽ രാജ്യസ്നേഹമുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ജനഗണമന ഉച്ചത്തിൽ നമ്മളും പാടണം എന്നാണ് വ്യവസ്ഥ. എന്തായാലും രാജ്യസ്നേഹികളെല്ലാം ഇതുപോലെയുള്ള ഹീറോകളെ നമ്മൾ ബഹുമാനിക്കണം. കാരണം എത്രയോ വർഷം മുമ്പാണ് മുത്തലാഖിനും അല്ലെങ്കിൽ തലാഖിനും മൊഴിചൊല്ലലിനും ഒക്കെ എതിരായിട്ട് മുഹമ്മദ് ഖാൻ സംസാരിച്ചത് നമ്മൾ മറന്നു പോകരുത്.